like and share, comment your feedback, subscribe for more videos. Jafus Media. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോഫോസ് മീഡിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇതുവരെയും സൗണ്ട് കൊടുക്കാതിരുന്നത് നിങ്ങൾ ആ മുറുക്കിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ റേഷൻ കടയിലെ കടല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, കുറച്ച് കടല വെച്ചിട്ട്. അപ്പോൾ ഞാനിതാ ഒരു കപ്പ് അളവിൽ കടല നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഊറ്റുകൊട്ടയിലിട്ടിട്ട് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു കോട്ടൺ ക്ലോത്തിലേക്ക് നന്നായി ഒന്ന് പരത്തി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒപ്പി തോർത്തിയെടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കടലിൽ നിന്ന് ഉണക്കി കിട്ടും. ഇല്ലെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി. പക്ഷേ ഇപ്പം നമുക്ക് വെയിലൊന്നും ലഭിക്കാത്ത കാരണം നല്ല മഴയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കടലിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി കിട്ടും. അപ്പോൾ അതാ ഞാൻ നന്നായിട്ടൊന്ന് ഒപ്പി എല്ലാ കടലയും വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ നല്ല മൂർച്ചയുള്ള ഒരു ജാറ്, ആ ജാറിലേക്ക് ഈ കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ ജാറൊന്നും പറ്റില്ല. നല്ല മൂർച്ചയുണ്ടെങ്കിൽ മാത്രമേ ഇത് പൊടിഞ്ഞ് കിട്ടുള്ളൂ. കാരണം നല്ല കട്ടിയാണല്ലോ ഇത്. നമ്മളൊക്കെ ഇത് കുതിർത്താണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക്, ചെറിയ ജാറാണ്, പൊടിക്കുന്ന ജാറ്, അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ കടല ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ എല്ലാ കടലയും പാടെ ഇട്ടാൽ പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ തരികളും അതുപോലെ തന്നെ പൊടിയും വേറെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ തരികൾ ഇതിൽ പെട്ടാൽ നമുക്ക് മുറുക്ക് സേവനാഴി കൂടെ വരുമ്പോൾ ചെറിയൊരു തടസ്സം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു അരിപ്പയിലൂടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നല്ല തരികളോ മേലെയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊടി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അരിപ്പൊടി കൊണ്ടാണ് ഞാൻ മുറുക്ക് ഉണ്ടാക്കുന്നത്. ഈ കടലയും അരിപ്പൊടിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് 2 മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു പിഞ്ച് അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ മുളക് പൊടി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം എനിക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. നമ്മുടെ മുറുക്കിൻ്റെ ടേസ്റ്റേ പോകും. അപ്പോൾ പാകത്തിന് നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് നന്നായിട്ടൊന്ന് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ ഉപ്പൊക്കെ കട്ട കുത്തി കടിക്കുമ്പോൾ അത് ടേസ്റ്റ് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കുന്നത് ചുടുവെള്ളമാണ്. നന്നായിട്ട് തിളച്ചിട്ട് അത് ഒന്നാറി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് കുഴക്കാൻ പറ്റുന്ന പാകത്തിനാകുമ്പോൾ, നന്നായിട്ട് ആറാൻ പാടില്ല. ആറിയാൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റില്ല. നന്നായിട്ട് ചൂടും പാടില്ല, അപ്പോഴും നമുക്ക് കുഴക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചറിൽ ഞാൻ ചുടുവെള്ളം എടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രൂപത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് സേവനാഴിയിലേക്ക് ഇടണം. അപ്പോൾ ഞാൻ സേവനാഴി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലത്തെ ഒരു അച്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മാവിൻ്റെ പകുതി അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ സേവനാഴി ഒന്ന് അടച്ച് നമുക്കിത് പീച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതൊന്ന് കറക്കി എടുക്കുവാണ്. അപ്പോൾ കറക്കി എടുക്കുമ്പോൾ ഇത് 3 അച്ചുണ്ട് ഇതിൽ. അപ്പോൾ 3 ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുറേ കിട്ടും. അപ്പോൾ
നല്ല സൂപ്പറായിട്ട് നല്ല ഡിസൈനായിട്ട് വരുന്നുണ്ട്. ഇതിനി ഞാൻ ചെറുതാക്കി പൊട്ടിച്ചെടുക്കുകയാണ്. ഇല്ല നിങ്ങൾക്ക് വട്ടത്തിലുള്ള മുറുക്കാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ വട്ടത്തിൽ ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു നീളത്തിൽ എല്ലാതും മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാനിതാ ഇവിടെ കുറച്ച് മാവ് അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മുറുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ കൈകൊണ്ട് വാരിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ സ്ലോ ആക്കി വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറുക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതാ എണ്ണയിലേക്ക് മുറുക്കിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് കട്ട കുത്തില്ലേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് വെന്ത് കിട്ടുമ്പോൾ നല്ല ക്രിസ്പി ആകുമ്പോൾ ഇത് വേറിട്ട് വരും. ഇങ്ങനെ കട്ട പിടിച്ചൊന്നും ഇരിക്കില്ല. അപ്പോൾ ഇട്ട പാടെ നിങ്ങൾ ഇളക്കരുത്. ഞാനിപ്പോൾ ജസ്റ്റ് ആ എണ്ണയിലേക്ക് ആക്കി കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. Like and share. Comment your feedback. Subscribe for more videos. Jafus Media.